നമസ്കാർ ദോസ്തോ. പോയി 42 ലക്ഷം പോയി 20 ലക്ഷം റുപ്യൻ്റെ കാറും. അപ്പോൾ ഈ പ്രാവശ്യത്തെ വെടിക്കെട്ടും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? 100 ദിവസത്തിനടുത്ത് നമ്മൾ ആകെ ഒരു 2-3 വീക്ക് കണ്ട്, പിന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞില്ല, ടൈമില്ല. കാരണം ഇത് ഇങ്ങനെ കണ്ടിരിക്കണമല്ലോ. പക്ഷേ ഇത് 100 ദിവസം വേറെ ഒന്നുമില്ലായിരുന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ബിഗ് ബോസ് ആയിരുന്നു. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, PR അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ടോപ്പ് 5 ഉണ്ടായിരുന്ന അനീഷ്, അക്ബർ, നെവിന്, അനുമോള്, ഷാനവാസ്, ഈ 5 പേരും എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ 5 പേരിൽ കിട്ടാൻ അർഹതയുള്ള 2 പേര് വേറെ ഉണ്ട്. നമ്മുടെ നെവിനും പിന്നെ അനീഷും. അനീഷിൻ്റെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഈ ബിഗ് ബോസ് തുടങ്ങിയ ആ ഒരു 100 ദിവസം, അതായത് ഒരു 90-95 ദിവസം മുമ്പുള്ള വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എന്തൊരു വെറുപ്പിക്കലാണ്, അതാണ് ഇതാണ്. ഞാൻ മാത്രമല്ല, ഈ കേരള ജനക്കൂട്ടം ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തൊരു വെറുപ്പിക്കലാണ്, ഇങ്ങനെ ഒരു കോമണറെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പക്ഷേ ലാസ്റ്റൊക്കെ ആയപ്പോൾ, ഏകദേശം ഒരു 50 ദിവസം 60 ദിവസമൊക്കെ ആയപ്പോഴേക്ക് അനീഷ് ഒരു കില്ലാടിയായി മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു എന്താ പറയുക, കണ്ടന്റ് കൊടുക്കുന്ന ഒരു നല്ല ഗെയിമറായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ആൾ മാറിപ്പോയി. വിന്നർ നമ്മുടെ അനുമോളായി. ദെൻ നെവിൻ 2025, അതായത് ഈ സീസൺ ബിഗ് ബോസ് സീസൺ 7 ഇത്രയും ഒരു ദുരന്തം പിടിച്ച ഒരു സീസൺ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നുള്ള പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസ് വന്നപ്പോൾ, അതായത് ബിഗ് ബോസ് ഒരു അപരാധമായി മാറിയ സമയത്ത് അനുമോളുടെ ഒരു ചവറ് കണ്ടന്റും കാര്യങ്ങളും, കരച്ചിലും വീച്ചിലൊക്കെ ആയിട്ട് കുറേ ഇമോഷൻ സാധനങ്ങൾ ഇങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ടുവന്ന സമയത്ത് നല്ല കണ്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നെവിൻ. അത് എല്ലാവരും കണ്ടതാണ്. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റീൽസിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. നെവിൻ നല്ല കണ്ടൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അനുമോൾക്കാണ് കിട്ടിയത്. വാട്ട് ഈസ് ദ റീസൺ? നമ്മുടെ പേരെന്തായിരുന്നു, വിനു എന്ന് പറഞ്ഞൊരു PR-ൻ്റെ ഒരാളുടെ പേരിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ, ഈ പ്രാവശ്യം അതേപോലെ തന്നെ കൊടുത്ത പൈസക്ക് പുള്ളിക്കാരൻ പണിയെടുത്തിട്ടുണ്ട്. PR എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്ന പോലെയല്ല. എന്താണ് കറക്റ്റ് സാധനം എന്നുള്ളത് പെട്ടെന്ന് പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം പല PR-കളും വേണ്ടി വരും ഇങ്ങനെ സാധനങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സാധനം എന്താണ്, പുറത്തുനിന്ന് കാണുന്ന ആളുകൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതല്ല, ഈ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങൾ എങ്ങനെ ഈ മൈൻഡ് മാറ്റിയിട്ട് ജനങ്ങളെ കാണിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അതിൽ ഒരു സ്കില്ലുള്ള ഒരാളാണെന്ന് തോന്നുന്നു ഈ PR ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യമുള്ള നമ്മുടെ ജിൻഡോ ജയിച്ചു, ഇപ്രാവശ്യം അനുമോളും ജയിച്ചു. എന്ത് കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോ ജയിച്ച് ഇത്രയും വലിയ അപരാധങ്ങൾക്കൊക്കെയാണ് ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് രണ്ട് വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പേ ഉള്ള സീസണ് കൊടുത്തതൊരു അർഹതപ്പെട്ട ആൾക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും പറ്റ മോശമാണ്. ഈ പ്രാവശ്യം അനുമോൾക്ക് കിട്ടിയത്, അനുമോളെ കുറേ കരച്ചിലും വീച്ചിലും ഒക്കെ ആയിട്ട്, പിന്നെ വീട്ടുകാരുടെ കുറച്ച് ഡ്രാമ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ PR ആണ് ശരിക്കും ജനങ്ങളുടെ അടുത്തേക്ക് ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കുക. പിന്നെ ഈ തൊപ്പിൻ്റെ ഫാൻസ് വന്നിട്ട് അനീഷിനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുതിര കളിച്ചിട്ടൊന്നും കാര്യമില്ല. അനീഷ് ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ, ആർക്കും അറിയില്ലായിരുന്നു. കോമണറാണ്, മൈജിന്ന് കയറി വന്നു, ബുദ്ധി കൊണ്ടും അവിടെ പിടിച്ചു നിൽക്കാനുള്ള കൈ കൊണ്ടും അവിടെ നിന്നു 100 ദിവസം. പക്ഷേ ഈ അനുമോളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അനുമോളുടെ PR അവിടെ വർക്കായിട്ടുണ്ട്. ദെൻ അനുമോള് ഒരു സീരിയൽ ആക്ട്രസ്സാണ്. ഏകദേശം ഒരു 29 30 ഏജ് എങ്ങാണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് അമ്മമാരുടെ മനസ്സിലുള്ളൊരു മുഖമാണ്. അപ്പം ഇവിടെ പുറത്തുനിന്ന് കാണുമ്പോൾ ഫുള്ള് അഭിനയിക്കുന്ന ആളായിട്ടാണ് ഈ ജനങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരാൾ മൊബൈൽ ഫോണും ഒന്നും ഇല്ലാതെ, ഇത്രയും വലിയൊരു ഷോ ആണ്, ഇതിൽ വിന്നറായി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും, ഇത്ര രൂപ കിട്ടും, വീക്കിലി ഇത്ര രൂപ കിട്ടും, ജയിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും എന്നൊക്കെ അറിയാം. അപ്പോൾ അവിടെ എങ്ങനെ ഗെയിം കളിക്കണം, അവിടെ എങ്ങനെ അഭിനയിക്കണം എന്നുള്ള ആൾക്ക് ഒരു സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ അറിയാം. അപ്പോൾ ആരും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ PR-ഉം കൂടെ ഇങ്ങോട്ട് കൂടി കണക്റ്റ് ആയപ്പം അങ്ങോട്ട് പൊട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അനുമോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പബ്ലിക്കിൽ ഒരു ആക്ട്രസ്സാണ്. പിന്നെ സ്റ്റാർ മാജിക് മാത്രം മതി,
ജസ്റ്റ് സ്റ്റാർ മാജിക്കിൻ്റെ ആ ഒരു ഫാൻ ബേസ് മാത്രം മതി വോട്ട് കിട്ടി ജയിച്ച് പോകാൻ വേണ്ടിയിട്ട്. അതിനുള്ള PR കയറിയിട്ടുണ്ട്. അങ്ങനെ പല സംഭവം. ആക്ട്രസ്സാണ്, സീരിയൽ കാണുന്ന വീട്ടിലുള്ള ആളുകളുടെ വോട്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന സംഭവം അല്ല അത് അത്രയും ഒരു വലിയൊരു സംഭവമാണ്. അതിന് PR ഇതിനൊന്നും ആവശ്യമില്ല. സീരിയൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ, അവരുടെ വോട്ട് മാത്രം മതി. ഓക്കെ, ശരിക്കും ഈ PR ജനങ്ങളെ മണ്ടന്മാരാക്കണം. കാരണം ഇവിടെ വോട്ട് ചെയ്ത് ഇവിടെ കഷ്ടപ്പെട്ട് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജനങ്ങൾ ഇത് കണ്ടിട്ട് ജനങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്ന സംഭവം അല്ല ആരും ഇന്നലെ കൈപൊക്കിയ സമയത്ത് ആളുകൾ കണ്ടത്. ഒരുപാട് ആളുകൾ അനീഷിന് കിട്ടും. ഒരു കോമണർ ആയിട്ടുള്ള ഒരാൾ ഇവിടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കോമണർ ആയിട്ടുള്ള ആൾ 2 ആഴ്ച 3 ആഴ്ച, എൻ്റെ അറിവിൽ 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ നിന്നിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന കോമണേഴ്സ് പെട്ടെന്ന് പോകും. പക്ഷെ 100 ദിവസം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അത് ആളുകൾ അത്രയും പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ജയിക്കും. കാരണം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന സമയത്ത് 90% ആൻസർ പറയുന്നത് അനീഷാണ്. അപ്പം അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത്രയും കാത്ത് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയത് അനുമോൾക്കാണ്. ജനങ്ങൾ ഇവിടെ മണ്ടന്മാരാക്കാണ്. ഇവിടെ ഒരു ഗെയിം ഉണ്ടാക്കിയിട്ട് അതിന് വേറൊരു സംഭവം, അതിൽ കയറുന്ന ആളുകൾ PR ഒക്കെ കണക്ട് ചെയ്ത് വെച്ച് കയറിയിട്ട് അതിന് ഇത്ര ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇനി ജയിച്ച് കഴിഞ്ഞാൽ അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര തരും, അല്ലെങ്കിൽ ഇത്ര ആഴ്ച നിന്ന് കഴിഞ്ഞാൽ ഇത്ര പൈസ തരും. അതൊക്കെ കോൺട്രാക്റ്റ് ഒക്കെ എഴുതി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബിഹൈൻഡ് ദി സീൻ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ മണ്ടന്മാരാകുമല്ലേ. ഇവിടെ വോട്ട് ചെയ്തിട്ടൊക്കെ ജയിക്കുന്നതായിരിക്കാം. പക്ഷേ കുറേ ആളുകൾ പ്രതീക്ഷിച്ചു. ദെൻ വേറൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റ് എല്ലാ ആളുകളും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി. അതിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് മുഴുവനും അതിലേക്ക് കയറിയ സമയത്ത് ഈ തിരിച്ച് കയറിയിട്ടുള്ള കണ്ടസ്റ്റൻസ് മുഴുവനും അനുമോൾക്ക് നേരെ പോയപ്പം കരച്ചിലും വീച്ചിലുമായിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും വോട്ട് കയറി ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവരെല്ലാവരും കൂടെ കയറിയിട്ട് പിന്നെയും അലമ്പാക്കിയപ്പോഴാണ് ഈ വോട്ട് മാറിയതെന്നൊക്കെ പറയുന്നു. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഒരുപാട് കാലം ഇത് കണ്ടിട്ട് എപ്പോഴെങ്കിലും കാണാറുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിട്ടൊന്നുമില്ല. കുറച്ച് പ്രശ്നങ്ങളായിപ്പോയി. അടുത്ത പ്രാവശ്യം നമുക്ക് സ്ഥിരമായിട്ട് കാണാം. ഒന്നാമത് എനിക്ക് ഈ ഒരു സംഭവം കാണുന്ന വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നാമത്തത്. പിന്നെ ഈ 100 ദിവസം വേറെ കണ്ടൻസുകളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും ഇതൊരു അപരാധം പിടിച്ച പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 100 ദിവസം കുറേ എണ്ണത്തിൻ്റെ ഒരു റൂമിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടിട്ട് പുറം ലോകമായിട്ട് ഒരു ബന്ധവും കൊടുക്കാതെ ഓരോ വീക്കിലും ഈ രണ്ടാളുകളെ വീതം ഇങ്ങനെ ഗെയിം കളിക്കുന്നില്ല, പിന്നെ വോട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇടുന്നു. ലാസ്റ്റ് 5 പേരായി മാറുന്നു. അതിലൊരാളെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് സമ്മാനം കൊടുക്കുന്നു. അതിനിടയിൽ കൂടെ കുറച്ച് പരസ്യങ്ങൾ കയറ്റിയിട്ട് അവർ കുറച്ച് പൈസ ഉണ്ടാക്കുന്നു. അത് കണ്ടു നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനം കയറ്റി ഞാനും പൈസ ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്, ഇതൊരു ലൂപ്പാണ് സംഭവം, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സംഭവമായി ബിഗ് ബോസ്. പിന്നെ ഗതികേടുകൊണ്ട് കണ്ടുവന്ന്. പിന്നെ കുറേ കണ്ടസ്റ്റൻസ് പറഞ്ഞു ഇവിടെ PR ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഔട്ടായതെന്നൊക്കെ. എനിക്ക് ഈ ഒരു ഡൗട്ട്, ഇവിടെ ശരിക്കും എല്ലാവർക്കും PR ഉണ്ടോ? അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള അനുമോളെ പോലെയുള്ള ആളുകൾ മാത്രമാണോ PR കണക്ട് ചെയ്തിട്ടിട്ട് പോയത്? അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നതാണോ? ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ട്? എന്തെങ്കിലും ആർക്കെങ്കിലും കൂടുതൽ അറിവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇതിലേക്ക് കയറുമ്പോൾ PR ഒക്കെ കാണുക. പിന്നെ എന്തിനാ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ഇവിടെ അറിയാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് അതിൽ കൊണ്ടുപോയി ഇട്ടിട്ട്, അതായത് കുറേ അധികം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇതിൽ ആദ്യം മുതലേ ഇതിൽ കയറുന്ന സമയത്ത് PR ഒക്കെ കണക്ട് ചെയ്തിട്ട് അതൊക്കെ പിന്നെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ജനങ്ങളെ തീരുമാനിപ്പിക്കേണ്ട ആവശ്യമില്ല, ജനങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പം PR ഇല്ലാത്തൊരു സംഭവമാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നത്. ഓക്കെ, എന്തായാലും അനുമോളെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പഠിപ്പിക്കേണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അനുമോൾ ഒരു ബെസ്റ്റ് ആക്ട്രസ്സാണ്. ഇവിടെ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് വീട്ടമ്മമാരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ളൊരു വ്യക്തിയും കൂടെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എത്ര വർഷം റൂമിനുള്ളിൽ കൊണ്ടിട്ടാലും അവിടുന്ന് എങ്ങനെ ആക്ട് ചെയ്തിട്ട് അവിടുന്ന് വിജയിച്ച് പോരണമെന്ന് അനുമോൾക്ക് അറിയാം. ഓക്കെ, കുറച്ച് PR കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾക്ക് കിട്ടേണ്ട സാധനം അല്ലത്. ഇവിടെ വേറെ കുറേ ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായമാണ്. അഭിപ്രായം പറയാനുള്ള അവകാശം ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതൊക്കെയാണ് അവസ്ഥ. പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും, സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.